കറണ്ട് അഫേഴ്സ്. തൊഴിൽ വാർത്തയിലെ കറണ്ട് അഫേഴ്സ്. ജൂൺ 12 ശനിയാഴ്ചത്തെ തൊഴിൽ വാർത്തയിലെ കറണ്ട് അഫേഴ്സാണ്. ഏത് സംഘർഷവുമായി ബന്ധപ്പെട്ട യുദ്ധക്കുറ്റങ്ങളെപ്പറ്റി സ്വതന്ത്രാന്വേഷണം നടത്താനാണ് UN മനുഷ്യാവകാശ കൗൺസിൽ അടുത്തിടെ തീരുമാനിച്ചത്. UNHRC അടുത്തിടെ തീരുമാനിച്ചത് 11 ദിവസം നീണ്ട ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിനെ പറ്റിയാണ്. ഐക്യരാഷ്ട്രസഭയുടെ ഭാഗമായ യുണൈറ്റഡ് നേഷൻ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിൽ 47 അംഗങ്ങളാണുള്ളത്. കമ്മീഷനെ നിയമിക്കാനുള്ള പ്രമേയത്തെ 24 രാജ്യങ്ങൾ അനുകൂലിച്ചു, 9 രാജ്യങ്ങൾ എതിർത്തു. ഇന്ത്യ ഉൾപ്പെടെ 14 അംഗങ്ങൾ വിട്ടുനിന്നു. 2006 മാർച്ച് 16 സ്ഥാപിതമായ UNHRCയുടെ ആസ്ഥാനം ജനീവയാണ്. ഒരിക്കലും കൊണ്ട് വായിക്കാം. ഏത് സംഘർഷവുമായി ബന്ധപ്പെട്ട യുദ്ധക്കുറ്റങ്ങളെപ്പറ്റി സ്വതന്ത്രാന്വേഷണം നടത്താനാണ് UN മനുഷ്യാവകാശ കൗൺസിൽ അടുത്തിടെ തീരുമാനിച്ചത്. UNHRC ആണ് UN മനുഷ്യാവകാശ കൗൺസിലിൻ്റെ പേര്. UNHRC 11 ദിവസം നീണ്ടുനിന്ന ഇസ്രായേൽ ഹമാസ് സംഘർഷത്തെ പറ്റിയാണ്. ഐക്യരാഷ്ട്രസഭയുടെ ഭാഗമായ യുണൈറ്റഡ് നേഷൻ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ 47 അംഗങ്ങളാണുള്ളത്. കമ്മീഷനെ നിയമിക്കാനുള്ള പ്രമേയത്തെ 24 രാജ്യങ്ങൾ അനുകൂലിച്ചു, 9 രാജ്യങ്ങൾ എതിർത്തു. ഇന്ത്യ ഉൾപ്പെടെ 14 അംഗങ്ങൾ വിട്ടുനിന്നു. 2006 മാർച്ച് 16 സ്ഥാപിതമായ UNHRCയുടെ ആസ്ഥാനം ജനീവ, സ്വിറ്റ്സർലാൻഡാണ്. 2006 മാർച്ച് 16 സ്ഥാപിതമായ UNHRCയുടെ ആസ്ഥാനം ജനീവയാണ്, സ്വിറ്റ്സർലാൻഡ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മെയ് 22 ഷാർജയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള എയർ അറേബ്യ G9449 നമ്പറുള്ള എയർ അറേബ്യ വിമാനം പറത്തിയ മലയാളി വനിതാ പൈലറ്റിൻ്റെ പേരെന്താണ്? ജെനി ജെറോം ആണ്. മെയ് 22 ഷാർജയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള എയർ അറേബ്യ വിമാനം പറത്തിയ മലയാളി വനിതാ പൈലറ്റാണ് ജെനി ജെറോം. തീരദേശത്തു നിന്നുള്ള കേരളത്തിലെ ആദ്യത്തെ വനിതാ കൊമേഴ്ഷ്യൽ പൈലറ്റ് കൂടിയാണ് തിരുവനന്തപുരം കൊച്ചുതുറ സ്വദേശിനിയായ ജെനി ജെറോം. 23 വയസ്സാണ് ജെനി ജെറോം. മെയ് 22 ഷാർജയിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള എയർ അറേബ്യ വിമാനം പറത്തിയ മലയാളി വനിത പൈലറ്റാണ് ജെനി ജെറോം. തീരദേശത്തു നിന്നുള്ള കേരളത്തിലെ ആദ്യത്തെ വനിതാ കൊമേഴ്ഷ്യൽ പൈലറ്റ് കൂടിയാണ് തിരുവനന്തപുരം കൊച്ചുതുറ സ്വദേശിനിയായ ജെനി ജെറോം. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ഏത് അയൽരാജ്യത്തെ പാർലമെൻറ്റാണ് അടുത്തിടെ പിരിച്ചുവിട്ട് ഇടക്കാല തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്? നേപ്പാളാണ് ആൻസർ. ഇന്ത്യയുടെ ഏത് അയൽരാജ്യത്തെ പാർലമെൻറ്റാണ് അടുത്തിടെ പിരിച്ചുവിട്ട് ഇടക്കാല തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്? നേപ്പാളാണ്. പ്രസിഡന്റ് ബിന്ദ്യാദേവി ഭണ്ഡാരിയാണ് പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ ശുപാർശ പ്രകാരം പാർലമെൻറ്റ് പിരിച്ചുവിട്ടത്. പ്രസിഡന്റ് ബിന്ദ്യാദേവി ഭണ്ഡാരിയാണ് പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ ശുപാർശ പ്രകാരം പാർലമെൻറ്റ് പിരിച്ചുവിട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിൻ്റെ എത്രാമത് നിയമസഭയുടെ ആദ്യ സമ്മേളനമാണ് മെയ് 24 ആരംഭിച്ചത്? 15ാമത് നിയമസഭയാണ്. കേരളത്തിൻ്റെ എത്രാമത് നിയമസഭയുടെ ആദ്യ സമ്മേളനമാണ് മെയ് 24 ആരംഭിച്ചത്? 15ാമത്തെയാണ്. പുതിയ നിയമസഭയിലെ 53 അംഗങ്ങൾ പുതുമുഖങ്ങളാണ്. ആകെ നിയമസഭയിൽ 140 അംഗങ്ങളാണ് ഉണ്ടാവുക. അതിൽ 53 അംഗങ്ങൾ പുതുമുഖങ്ങളാണ്. കേരള നിയമസഭയിൽ ഇക്കുറി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഇല്ല. കേരള നിയമസഭയിൽ ഇക്കുറി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഇല്ല. ന്യൂനപക്ഷ വിഭാഗമായ ഇവർക്കുള്ള പ്രാതിനിധ്യ കാലാവധി കേന്ദ്ര സർക്കാർ ദീർഘിപ്പിക്കാത്തതാണ് കാരണം. കേരള നിയമസഭയിൽ ഇക്കുറിയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഇല്ല. ന്യൂനപക്ഷ വിഭാഗമായ ഇവർക്കുള്ള പ്രാതിനിധ്യ കാലാവധി കേന്ദ്ര സർക്കാർ ദീർഘിപ്പിക്കാത്തതാണ് കാരണം. വ്യാപാരത്തിനും മറ്റുമായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ്, ഡച്ച്,
ഫ്രഞ്ച്, ബ്രിട്ടീഷ് തുടങ്ങിയ യൂറോപ്യൻ വംശജർക്ക് ഇന്ത്യൻ സ്ത്രീകളിൽ പിറന്ന സന്തതി പരമ്പരയാണ് ആംഗ്ലോ ഇന്ത്യൻ എന്നറിയപ്പെടുന്നത്. പോർച്ചുഗീസ് പരമ്പരയിലുള്ളവരാണ് സംസ്ഥാനത്ത് കൂടുതലുള്ളത്. WH ഡിക്രൂസ് ആയിരുന്നു ഒന്നാം നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി. WH ഡിക്രൂസ് ആണ് ഒന്നാം നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി. കഴിഞ്ഞ നിയമസഭയിലെ പ്രതിനിധി ജോൺ ഫെർണാണ്ടസ് ആയിരുന്നു. കഴിഞ്ഞ 14ാം നിയമസഭയിലെ പ്രതിനിധി ജോൺ ഫെർണാണ്ടസ് ആയിരുന്നു. മെയ് 26 തിരുവനന്തപുരത്ത് അന്തരിച്ച ഡോക്ടർ കെ ശാരദാമണി 93 വയസ്സ്. ഏത് നിലയിൽ പ്രസിദ്ധി നേടിയ വനിതയായിരുന്നു? സാമൂഹിക ശാസ്ത്രജ്ഞ, എഴുത്തുകാരിയാണ്. സാമൂഹിക ശാസ്ത്രജ്ഞയും എഴുത്തുകാരിയുമാണ് മെയ് 26 തിരുവനന്തപുരത്ത് അന്തരിച്ച ഡോക്ടർ കെ ശാരദാമണി. സാമൂഹിക ശാസ്ത്രജ്ഞയും എഴുത്തുകാരിയായിരുന്നു. എമർജൻസ് ഓഫ് എ സ്ലേവ് കാസ്റ്റ്. എമർജൻസ് ഓഫ് എ സ്ലേവ് കാസ്റ്റ് പുലയാസ് ഓഫ് കേരള. സ്ത്രീവാദം, സ്ത്രീ വിമോചനം. മാറുന്ന ലോകം, മാറ്റുന്നതാര്. മാറുന്ന ലോകം, മാറ്റുന്നതാര്. ഇവർ വഴികാട്ടികൾ തുടങ്ങിയ കൃതികളുടെ രചയിതാവാണ് ഇവർ. ഡോക്ടർ കെ ശാരദാമണി, എമർജൻസ് ഓഫ് എ സ്ലേവ് കാസ്റ്റ്, പുലിയാസ് ഓഫ് കേരള, സ്ത്രീവാദം, സ്ത്രീ വിമോചനം, മാറുന്ന ലോകം, മാറ്റുന്നതാര്, ഇവർ വഴികാട്ടികൾ തുടങ്ങിയ കൃതികളുടെ രചയിതാവാണ് ശാരദാമണി. അടുത്ത ക്വസ്റ്റ്യൻ. അന്തരിച്ച കവി വിഷ്ണുനാരായണ നമ്പൂതിരിയുടെ 51 കവിതകൾ നൈറ്റ്സ് ആൻഡ് ഡേയ്സ് ഇൻ ഉജ്ജയിനി എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് തർജ്ജിമ പരിഭാഷപ്പെടുത്തിയത് ആരാണ്? MN നമ്പൂതിരിയാണ്. അന്തരിച്ച കവി വിഷ്ണുനാരായണ നമ്പൂതിരിയുടെ 51 കവിതകൾ നൈറ്റ്സ് ആൻഡ് ഡേയ്സ് ഇൻ ഉജ്ജയിനി എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് MN നമ്പൂതിരിയാണ്. 2021 മെയ് മാസം 26 ബ്രിട്ടനിലെ അടുത്ത ക്വസ്റ്റ്യനാണ്. 2021 മെയ് മാസം 26 ബ്രിട്ടനിലെ കോവെൻട്രിയിൽ 81ാം വയസ്സിൽ അന്തരിച്ച വില്യം ഷേക്സ്പിയറുടെ പ്രാധാന്യം എന്താണ്? 2021 മെയ് മാസം 26 ബ്രിട്ടനിലെ കോവെൻട്രിയിൽ 81ാം വയസ്സിൽ അന്തരിച്ച വില്യം ഷേക്സ്പിയറുടെ പ്രാധാന്യം എന്താണ്? ലോകത്ത് കോവിഡ് വാക്സിൻ സ്വീകരിച്ച ആദ്യ പുരുഷനും രണ്ടാമത്തെ വ്യക്തിയുമാണ് ഇദ്ദേഹം, വില്യം ഷേക്സ്പിയർ. 2021 മെയ് മാസം 26 ബ്രിട്ടനിലെ കോവെൻട്രിയിൽ 81ാം വയസ്സിൽ അന്തരിച്ച വില്യം ഷേക്സ്പിയറുടെ പ്രാധാന്യം എന്താണ്? ലോകത്ത് കോവിഡ് വാക്സിൻ സ്വീകരിച്ച ആദ്യ പുരുഷനും രണ്ടാമത്തെ വ്യക്തിയാണ് ഇദ്ദേഹം. കോവെൻട്രിയിൽ നിന്നുള്ള മാർഗരറ്റ് കീനനാണ് വാക്സിൻ സ്വീകരിച്ച ആദ്യ വ്യക്തി. കോവെൻട്രിയിൽ നിന്നുള്ള മാർഗരറ്റ് കീനനാണ് വാക്സിൻ സ്വീകരിച്ച ആദ്യ വ്യക്തി. അടുത്ത ക്വസ്റ്റ്യൻ. ഏത് ആഫ്രിക്കൻ രാജ്യത്താണ് മെയ് 24 ജനകീയ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് പട്ടാളം അധികാരം പിടിച്ചടക്കിയത്? മാലിയാണ് ആൻസർ. ഏത് ആഫ്രിക്കൻ രാജ്യത്താണ് മെയ് 24 ജനകീയ സർക്കാർ അട്ടിമറിച്ചുകൊണ്ട് പട്ടാളം അധികാരം പിടിച്ചത്? മാലി. ഇത് രണ്ടാം തവണയാണ് തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തെ കേണൽ അസീമി ഗോസ്തയുടെ നേതൃത്വത്തിലുള്ള പട്ടാളം അട്ടിമറിക്കുന്നത്. അസീമി ഗോസ്തയുടെ നേതൃത്വത്തിലുള്ള പട്ടാളം അട്ടിമറിക്കുന്നത് ഇത് രണ്ടാം തവണയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. കർണാടകയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി മെയ് 26 103ാം വയസ്സിൽ അന്തരിച്ചു. ഇദ്ദേഹത്തിൻ്റെ പേരെന്താണ്? HS ദൊരൈസ്വാമിയാണ്. ദൊരൈസ്വാമി. കർണാടകയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യസമര സേനാനി മെയ് 26 103ാം വയസ്സിൽ അന്തരിച്ചു. ഇദ്ദേഹത്തിൻ്റെ പേരാണ് HS ദൊരൈസ്വാമി. HS ദൊരൈസ്വാമി. ഏത് രാജ്യത്താണ് 100 കിലോമീറ്റർ മാരത്തോണിൽ പങ്കെടുത്ത 21 ഓട്ടക്കാർ കൊടും തണുപ്പിനെ തുടർന്ന് മരണപ്പെട്ടത്? ചൈന. ഏത് രാജ്യത്താണ് 100 കിലോമീറ്റർ മാരത്തോണിൽ പങ്കെടുത്ത 21 ഓട്ടക്കാർ കൊടും തണുപ്പിനെ തുടർന്ന് മരണപ്പെട്ടത്? ചൈനയിലാണ്.
ഗാൻസു പ്രവിശ്യയിലെ ബെൻ സിറ്റിയിൽ യെല്ലോ റിവർ സ്റ്റോൺ കേന്ദ്രത്തിലായിരുന്നു ദുരന്തം. ഏത് രാജ്യത്താണ് 100 കിലോമീറ്റർ മാരത്തോണിൽ പങ്കെടുത്ത 21 ഓട്ടക്കാർ കൊടും തണുപ്പിനെ തുടർന്ന് മരണപ്പെട്ടത്? ചൈന. ഗാൻസു പ്രവിശ്യയിലെ ബെയിൻ സിറ്റിയിൽ യെല്ലോ റിവർ സ്റ്റോൺ കേന്ദ്രത്തിലായിരുന്നു ദുരന്തം. 2021 ജൈവ വൈവിധ്യ പരിപാലനത്തിലുള്ള ഇന്ത്യ ബയോഡൈവേഴ്സിറ്റി അവാർഡിന് അർഹയായ മലയാളിയാണ് NM ഷാജി. വയനാട്ടുകാരനാണ് NM ഷാജി. വയനാട്ടിൽ സ്വദേശിയായ NM ഷാജിയാണ് 2021 ജൈവ വൈവിധ്യ പരിപാലനത്തിലുള്ള ഇന്ത്യ ബയോഡൈവേഴ്സിറ്റി അവാർഡിന് അർഹനായ മലയാളി. NM ഷാജി, വയനാട്. കേരളത്തിലെ ട്യൂബർമാൻ എന്നറിയപ്പെടുന്ന ഷാജി വിളകളുടെ സംരക്ഷണത്തിനുള്ള വ്യക്തിഗത പുരസ്കാരമാണ് ലഭിച്ചത്. 2 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. കേരളത്തിലെ ട്യൂബർമാൻ എന്നറിയപ്പെടുന്ന ഷാജിക്ക് വിളകളുടെ സംരക്ഷണത്തിനുള്ള വ്യക്തിഗത പുരസ്കാരമാണ് ലഭിച്ചത്. 2 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. 2021 ജൈവ വൈവിധ്യ പരിപാലനത്തിലുള്ള ഇന്ത്യ ബയോഡൈവേഴ്സിറ്റി അവാർഡിന് അർഹയായ മലയാളിയാണ് NM ഷാജി, വയനാട്. കേരളത്തിൻ്റെ ട്യൂബർമാൻ എന്നറിയപ്പെടുന്ന ഷാജിക്ക് വിളകളുടെ സംരക്ഷണത്തിനുള്ള വ്യക്തിഗത പുരസ്കാരമാണ് ലഭിച്ചത്. 2 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. 2 ലക്ഷം രൂപ സമ്മാനത്തുക. മെയ് 23 അന്തരിച്ച ശ്രീകുമാർ ബാനർജി വഹിച്ചിരുന്ന പദവി. അടുത്ത ക്വസ്റ്റ്യനാണ്. മെയ് 23 അന്തരിച്ച ശ്രീകുമാർ ബാനർജി വഹിച്ചിരുന്ന പദവിയാണ് മുൻ ആറ്റമിക് എനർജി കമ്മീഷൻ ചെയർമാനാണ് കേട്ടോ. മുൻ അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാനാണ് ശ്രീകുമാർ ബാനർജി. മെയ് 23 അന്തരിച്ച ശ്രീകുമാർ ബാനർജി വഹിച്ചിരുന്ന പദവി മുൻ അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏത് നഗരത്തിലാണ് കോവിഡ് ബാധിതർക്കായി ഓട്ടോ ആംബുലൻസ് സർവീസ് ആരംഭിച്ചത്? കൊച്ചിയാണ്. കേരളത്തിലെ ഏത് നഗരത്തിലാണ് കോവിഡ് ബാധിതർക്കായി ഓട്ടോ ആംബുലൻസ് സർവീസ് ആരംഭിച്ചത്? കൊച്ചിയാണ്. ഓക്സിജൻ സൗകര്യമടക്കം ഒരുക്കിയ 18 ഓട്ടോറിക്ഷകളാണ് സേവനം സജ്ജമായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. സാമൂഹിക മാധ്യമങ്ങളുടെ ഉള്ളടക്കം നിയന്ത്രിക്കാനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ചട്ടം ഇടനിലക്കാരുടെ മാർഗരേഖയും ഡിജിറ്റൽ മാധ്യമ ധാർമ്മികത കോഡും. സാമൂഹിക മാധ്യമങ്ങളുടെ ഉള്ളടക്കം നിയന്ത്രിക്കാനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ചട്ടമാണ് ഇടനിലക്കാരുടെ മാർഗരേഖയും ഡിജിറ്റൽ മാധ്യമ ധാർമ്മികത കോഡും. മീഡിയറി ഗൈഡ് ലൈൻസ് ആൻഡ് ഡിജിറ്റൽ മീഡിയ എത്തിക്സ് കോഡ്, ഫെബ്രുവരി 25, 2021. ഇന്റർമീഡിയറി ഗൈഡ് ലൈൻസ് ആൻഡ് ഡിജിറ്റൽ മീഡിയ എത്തിക്സ് കോഡ്, ഫെബ്രുവരി 25, 2021. സാമൂഹിക മാധ്യമങ്ങളുടെ ഉള്ളടക്കം നിയന്ത്രിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ചട്ടമാണ് ഇടനിലക്കാരുടെ മാർഗരേഖയും ഡിജിറ്റൽ മാധ്യമ ധാർമ്മികത കോഡും. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ പുതിയ ഡയറക്ടർ ജനറൽ സുബോധ് കുമാർ ജയ്സ്വാളാണ്. CBIയുടെ പുതിയ ഡയറക്ടർ ജനറലാണ് സുബോധ് കുമാർ ജയ്സ്വാളാണ് CBIയുടെ പുതിയ ഡയറക്ടർ ജനറൽ. CISF ഡയറക്ടർ ജനറലായിരുന്ന ഇദ്ദേഹം 2 വർഷത്തേക്കാണ് നിയമനം. ജാർഖണ്ഡിലെ ധൻബാദിലാണ് ജനനം. സുബോധ് കുമാർ ജയ്സ്വാളാണ് CBIയുടെ പുതിയ ഡയറക്ടർ ജനറൽ. ജാർഖണ്ഡിലെ ധൻബാദിൽ ജനിച്ച ഇദ്ദേഹം മുൻ CISF ഡയറക്ടർ ജനറലായിരുന്നു. ലോകത്തിലെ ആദ്യ പരിസ്ഥിതി സൗഹൃദ ഫ്ലോട്ടിംഗ് ഹൗസ് ദുബായിലാണുള്ളത്. ഇതിൻ്റെ പേരെന്താണ്? നെപ്റ്റ്യൂൺ. ലോകത്തിലെ ആദ്യ പരിസ്ഥിതി സൗഹൃദ ഫ്ലോട്ടിംഗ് ഹൗസ് ദുബായിലാണുള്ളത്. ഇതിൻ്റെ പേരാണ് നെപ്റ്റ്യൂൺ. ജലത്തിൽ ഒഴുകി നടക്കുന്ന ഈ 2 നില വീടുകളുടെ വിസ്തൃതി 900 ചതുരശ്ര അടിയാണ്. ജലത്തിൽ ഒഴുകി നടക്കുന്ന ഈ 2 നില വീടുകളുടെ വിസ്തൃതി 900 ചതുരശ്ര അടിയാണ്. ദുബായിലെ വ്യവസായിയായ ബൽവിന്ദർ സഹാനിയാണ് 2 കോടി ദിർഹത്തിന് ആദ്യ വീട് വിലക്ക് വാങ്ങിയത്. 2 കോടി ദിർഹം എന്ന് പറയുന്നത് 39.65 കോടി രൂപ.
ദുബായിലെ വ്യവസായിയായ ബൽവിന്ദർ സഹാനിയാണ് 2 കോടി ദിർഹത്തിന് 39.65 കോടി രൂപയ്ക്ക് ആ വീട് വിലക്ക് വാങ്ങിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, അതുമായി ബന്ധപ്പെട്ട് UAE ആസ്ഥാനമായുള്ള കപ്പൽ ബോട്ട് നിർമ്മാണ കമ്പനിയായ സീ ഗേറ്റ് ഷിപ്പ്യാർഡ് ആണ് ഇവ നിർമ്മിച്ചത്. UAE ആസ്ഥാനമായുള്ള കപ്പൽ ബോട്ട് നിർമ്മാണ കമ്പനിയായ സീ ഗേറ്റ് ഷിപ്പ്യാർഡാണ് ഇവ നിർമ്മിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ടൂൾ കിറ്റ് എന്താണ്? ടൂൾ കിറ്റ് വിവിധ പ്രതിഷേധ പരിപാടികളിലും മറ്റും രാഷ്ട്രീയ കക്ഷികളിലും സംഘടനകളിലും നോട്ടീസുകളും മറ്റും അടിച്ചിറക്കുന്നതിൻ്റെ ഡിജിറ്റൽ പതിപ്പാണ് ടൂൾ കിറ്റ്. ടൂൾ കിറ്റ് എന്താണ്? വിവിധ പ്രതിഷേധ പരിപാടികളിലും മറ്റും രാഷ്ട്രീയ കക്ഷികളും സംഘടനകളും നോട്ടീസുകളും മറ്റും അടിച്ചിറക്കുന്നതിനുള്ള ഡിജിറ്റൽ പതിപ്പാണ് ടൂൾ കിറ്റ്. 2020 അന്താരാഷ്ട്ര എനർജി ഫ്രോണ്ടിയർ അവാർഡ് നേടിയ ഭാരതരത്ന ജേതാവ് കൂടിയായ ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് CNR റാവു. 2020 അന്താരാഷ്ട്ര എനർജി ഫ്രോണ്ടിയർ അവാർഡ് നേടിയ ഭാരതരത്ന ജേതാവ് കൂടിയായ ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് CNR റാവു. CNR റാവു 2020 അന്താരാഷ്ട്ര എനർജി ഫ്രോണ്ടിയർ അവാർഡ് നേടിയ ഭാരതരത്ന ജേതാവ് കൂടിയായ ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് CNR റാവു. ഊർജ്ജ മേഖലയിലെ നോബൽ എന്നറിയപ്പെടുന്ന എനി അവാർഡ് ഒക്ടോബർ 14 റോമിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും. 2020 അന്താരാഷ്ട്ര എനർജി ഫ്രോണ്ടിയർ അവാർഡ് നേടിയ ഭാരതരത്ന ജേതാവ് കൂടിയായ ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് CNR റാവു. ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് CNR റാവു. 2020 അന്താരാഷ്ട്ര എനർജി ഫ്രോണ്ടിയർ അവാർഡ് നേടിയ ഭാരതരത്ന ജേതാവ് കൂടിയായ ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് CNR റാവു. ഊർജ്ജ മേഖലയിലെ നൊബേൽ എന്നറിയപ്പെടുന്ന എനി അവാർഡ് ഒക്ടോബർ 14 റോമിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും. അന്താരാഷ്ട്ര എനർജി ഫ്രോണ്ടിയർ അവാർഡ് അഥവാ ENI അവാർഡ്, എനി അവാർഡ്. അടുത്ത ക്വസ്റ്റ്യൻ, 2021 UN സമാധാന സേനാ ദിനം എന്നായിരുന്നു? മെയ് 29 ഇൻ്റർനാഷണൽ ഡേ ഓഫ് UN പീസ് കീപ്പേഴ്സ്. UN സമാധാന ദിനം 2021 എന്നായിരുന്നു? മെയ് 29 ദി റോഡ് ടു എ ലാസ്റ്റിംഗ് പീസ്. ലെവറേഗിങ് ദ പവർ ഓഫ് യൂത്ത് ഫോർ പീസ് ആൻഡ് സെക്യൂരിറ്റി എന്നതാണ് ദിനാചരണത്തിൻ്റെ വിഷയം. ദി റോഡ് ടു എ ലാസ്റ്റിംഗ് പീസ്, ലെവറേഗിങ് ദ പവർ ഓഫ് യൂത്ത് ഫോർ പീസ് ആൻഡ് സെക്യൂരിറ്റി എന്നതാണ് ദിനാചരണ വിഷയം. റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് റോ R&AW, ഇൻ്റലിജൻസ് ബ്യൂറോ IB എന്നിവയുടെ മേധാവികളുടെ സേവന കാലാവധി 1 വർഷം കൂടി കേന്ദ്ര സർക്കാർ ദീർഘിപ്പിച്ചു. അവരുടെ പേരുകൾ എന്താണ്? യഥാക്രമം സമന്ത് കുമാർ ഗോയൽ, അരവിന്ദ് കുമാർ. റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് റോയുടെ തലവനാണ്, മേധാവിയാണ് സമന്ത് കുമാർ. IBയുടെ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ തലവനാണ്, മേധാവിയാണ് അരവിന്ദ് കുമാർ. ലക്ഷദ്വീപിൻ്റെ ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്ററുടെ പേരാണ് പ്രഫുൽ ഖോഡ പട്ടേൽ. ലക്ഷദ്വീപിൻ്റെ ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്ററുടെ പേരാണ് പ്രഫുൽ ഖോഡ പട്ടേൽ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമാണ് 36 ദ്വീപുകളടങ്ങുന്ന ലക്ഷദ്വീപ്. ജനവാസമുള്ള ദ്വീപുകൾ 11, ദ്വീപുകൾ 11, ജനവാസമുള്ള ദ്വീപുകൾ 11 ജനസംഖ്യ 64,473. 2011 സെൻസസ് പ്രകാരം. ആസ്ഥാനം കാവരത്തിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമാണ് 36 ദ്വീപുകൾ അടങ്ങുന്ന ലക്ഷദ്വീപ്. ജനവാസമുള്ള ദ്വീപുകൾ 11, ജനസംഖ്യ 64,473. മെയ് 27 അന്തരിച്ച കീർത്തന രചയിതാവ് കൂടിയായ പ്രശസ്ത കർണാടക സംഗീതജ്ഞനാണ് തഞ്ചാവൂർ ശങ്കര അയ്യർ. 97 വയസ്സായിരുന്നു. ലക്ഷദ്വീപിലെ ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്ററാണ്
പ്രഫുൽ ഖോഡ പട്ടേൽ. 2021 ONV പുരസ്കാരം നൽകപ്പെട്ടത് തമിഴ് കവി കൂടിയായ രചയിതാവിനാണ്. എന്നാൽ വിവാദത്തെ തുടർന്ന് അദ്ദേഹം പുരസ്കാരം സ്വീകരിക്കില്ലെന്ന് അറിയിച്ചു. കവിയുടെ പേരാണ് വൈരമുത്തു. 2020 ONV പുരസ്കാരം നൽകപ്പെട്ടത് തമിഴ് കവി കൂടിയായ ഗാനി രചയിതാവിനാണ്. എന്നാൽ വിവാദത്തെ തുടർന്ന് അദ്ദേഹം പുരസ്കാരം സ്വീകരിക്കില്ലെന്ന് അറിയിച്ചു. കവിയുടെ പേരാണ് വൈരമുത്തു. പത്മശ്രീ, പത്മഭൂഷൺ എന്നീ ജേതാവാണ് ഇദ്ദേഹം. 2003 പത്മശ്രീ, 2014 പത്മഭൂഷൺ ജേതാവാണ് ഇദ്ദേഹം. മെയ് 29 അന്തരിച്ച മുൻ DGP ആണ് രാജ്ഗോപാൽ നാരായൺ. രാജ്ഗോപാൽ നാരായണനാണ് മെയ് 29 അന്തരിച്ച മുൻ DGP. 1988-91 കാലത്ത് കേരളത്തിലെ DGP ആയിരുന്നു. 88-91. അന്ധതയെ തോൽപ്പിച്ച് 46-കാരനായ ചൈനക്കാരൻ മെയ് 24 എവറസ്റ്റ് കൊടുമുടി കീഴടക്കി. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ചാങ് ഹോങ്. കാഴ്ചയില്ലാത്ത വ്യക്തികളിൽ എവറസ്റ്റ് കീഴടക്കുന്ന ലോകത്തിലെ 3ാമത്തെ വ്യക്തിയും ആദ്യ ഏഷ്യക്കാരനുമാണ് ചാങ്. അന്ധതയെ തോൽപ്പിച്ച് 46-കാരനായ ചൈനക്കാരൻ മെയ് 24 എവറസ്റ്റ് കൊടുമുടി കീഴടക്കി. അദ്ദേഹത്തിൻ്റെ പേരാണ് ചാങ് ഹോങ്. ഓക്കെ, താങ്ക് യു.